ട്രഡീഷണലായിട്ട് നാലുകെട്ട് സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. 22 സെൻറ്റ് ലാൻഡിൽ 2800 സ്ക്വയർ ഫീറ്റിൻ്റെ 4BHK ആണ്. സിംഗിൾ സ്റ്റോറേജ് ഹൗസാണ്. നടുമുറ്റം വരുന്നുണ്ട്. നല്ലൊരു കുളമൊക്കെ ആയിട്ട് ഭംഗിയായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇത് വരുന്നതാവട്ടെ നെടുമ്പാശ്ശേരിയോട് വളരെ അടുത്തായിട്ട് തിരുനായത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് ആദ്യം വരുമ്പോൾ കാണുന്നത് പാർക്കിംഗ് സ്പേസാണ്. നല്ലൊരു പാർക്കിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പോർച്ചായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നിലധികം വാഹനങ്ങൾ നമുക്ക് ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 22 സെൻറ്റ് ലാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ധാരാളം ഫലവൃക്ഷ തൈകൾ നട്ടിട്ടുണ്ട്. നല്ലൊരു തുളസിത്തറ വരുന്നുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. കേരള വാസ്തുവിധി പ്രകാരമാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. നല്ലൊരു പൂമുഖം ഒരുക്കിയിരിക്കുകയാണ്. ഒറിജിനൽ കരിങ്കല്ലിലാണ് ഇതിൻ്റെ പടികളെല്ലാം ചെയ്തിട്ടുള്ളത്. മാറ്റ് ടൈല് കൊടുത്തിട്ടുണ്ട്. നേരെ അകത്തേക്ക് വരാം. പൂമുഖത്തും ഇരിക്കാൻ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മാത്രമല്ല ചുറ്റും വരാന്തയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് അകത്തേക്ക് കയറാം. പ്രധാന ഡോറ് കിഴക്കോട്ട് തന്നെയാണ്. ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ കാണുന്ന ലിവിങ് സ്പേസ്. ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പെർമനൻറ്റ് ഗ്ലാസ് മേഖല വരുന്നുണ്ട്. അപ്പോൾ ധാരാളം സൂര്യപ്രകാശം അകത്തേക്ക് കടന്നു വരും. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് വരികയാണ്. നല്ലൊരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ടൈലാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റ് ഗ്രേ കളർ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ട്, അതായത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നല്ല അടുക്കള വന്നിട്ടുണ്ട്. നേരെ അടുക്കളയിലേക്ക് വരാം. ധാരാളം സ്പേസോട് കൂടി തന്നെയാണ് അടുക്കള ചെയ്തിട്ടുള്ളത്. 2 പാർട്ടായിട്ടാണ്. അപ്പം ഇവിടെയും വർക്ക് സ്പേസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ നല്ലൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വടക്കോട്ട് ഇറങ്ങാവുന്ന രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെയും ധാരാളം ചെടികളെല്ലാം നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിലാണ് TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. 2 സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയായിട്ട് ഇവിടെ ഒരു സ്പേസിൽ ഒരു പൂജാ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് പൂജാ സ്പേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നടുമുറ്റത്തിനും ഡൈനിങ് സ്പേസിനോടും ചേർന്ന് തന്നെയായിട്ട് ഒരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു നടുമുറ്റം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നടുമുറ്റത്തായിട്ട് നല്ലൊരു കൽവിളക്ക് കൊടുത്തിട്ടുണ്ട്. നേരെ എൻട്രൻസ് വരുന്നത് കുളത്തിലേക്കാണ്. നേരെ നമുക്ക് കുളത്തിൻ്റെ ഭാഗത്തേക്ക് വരാം. ഇരിക്കാൻ ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ കരിങ്കല്ലിൽ തന്നെയാണ് ബീഡിങ് എല്ലാം കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പുകളെല്ലാം അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ചുറ്റും നടക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ നാലുകെട്ടിൻ്റെ എൻട്രൻസിൽ നിന്ന് കുളത്തിലേക്കൊരു വ്യൂ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് വശത്താണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഒരു പെർമനൻറ്റ് ഗ്ലാസ് ആയിട്ടുള്ളൊരു വിൻഡോ വരുന്നുണ്ട്. കർട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പം പെർമനൻറ്റ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് പുറത്തേക്കുള്ളൊരു മനോഹരമായിട്ടൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല കാറ്റും വെളിച്ചവും വരുന്ന രീതിയിലാണ് ഇതിന് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ടേബിൾ വരുന്നുണ്ട്. അപ്പം നല്ല വലിപ്പമുള്ള ബെഡ്റൂം കൂടിയാണ്. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇന്ന് നമ്മളിതിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു. ഇതും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഇവിടെയും പെർമനൻറ്റ് ഗ്ലാസ് വരുന്നുണ്ട്. അതായത് പുറത്തേക്കുള്ള വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കർട്ടൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ തടികളും ഹാർഡ്വുഡ് തന്നെയാണ്. അതായത് ചെറുതേക്ക് എന്ന് പറഞ്ഞ മരത്തിലാണ് ഫുള്ള് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ധാരാളം സ്പേസോട് കൂടിയ നല്ലൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് 3ാമത്തെ ബെഡ്റൂമും. അത് ഭംഗിയായിട്ട് വാൾഡ്രോബ്സോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഡ്രസ്സിങ് മിറർ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ലോക്കറും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് മുറി തന്നെയാണ്. ഇനി ഇതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ബെഡ്റൂം വരുന്നത്
തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ്. കിഴക്കോട്ട് ഹെഡ് പൊസിഷൻ വരുന്നുണ്ട്. ധാരാളം വിൻഡോസ് വന്നിട്ടുണ്ട്. വലിപ്പമുള്ള വിൻഡോസ് ആയതുകൊണ്ട് തന്നെ കാറ്റും വെളിച്ചം കയറുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ധാരാളം ബുക്ക് ഷെൽഫുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് കബോർഡ്സ് വരുന്നുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ഓഫീസ് സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ബുക്ക് ഷെൽഫോട് കൂടി തന്നെയാണ്, അതിനുള്ള സ്പേസോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഔട്ട് സൈഡിലേക്ക് വരാം. ഇവിടെ ആയിട്ടൊരു കോർട്ട്യാർഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് കോർട്ട്യാർഡ് വന്നിട്ടുള്ളത്. ഇങ്ങനെ അപ്പം ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മാവ് മുറ്റത്ത് വരുന്നുണ്ട്. ഔട്ട് സൈഡിൽ ഒരു ബാത്റൂം വരുന്നുണ്ട്. നല്ലൊരു കൗണ്ടർ വാഷ് ബേസും വരുന്നുണ്ട്. അപ്പോൾ വാഷ് കൗണ്ടർ പുറത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഡൈനിങ് ഏരിയയിൽ നിന്നും പുറത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെയും സ്പേസോട് കൂടി, അതായത് വരാന്തയോട് കൂടി തന്നെയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 22 സെൻറ്റ് ലാൻഡിൽ 2800 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. തികച്ചും കേരള വാസ്തുവിദ്യ അനുസരിച്ച് തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൗതുകം തോന്നുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ നടുമുറ്റവും കുളമൊക്കെ തന്നെയാണ്. കുളത്തിൻ്റെ ആംബിയൻസ് നല്ല ഭംഗിയായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ധാരാളം ഇരിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫലവൃക്ഷ തൈകൾ നട്ടിട്ടുണ്ട്. ഇനി നടുമുറ്റത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടൈൽ പാറ്റേൺ കൽവിളക്കൊക്കെ വരുന്നുണ്ട്. ഇതിന് നല്ലൊരു ലൈറ്റിങ് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ നല്ലൊരു താമരക്കുളം നമുക്കിവിടെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ ആംബിയൻസും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന വില 2,25 ലക്ഷം രൂപയാണ്. വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ്. ഈ വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.